അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു യുവാവ് ഒരിക്കൽ ഒഴിഞ്ഞ ഒരു ഖബറിലേക്ക് ഇറങ്ങി. മുസ്ലിംകൾക്ക് ഖബറിലെ ശിക്ഷ യാഥാർത്ഥ്യമാണോ അതോ ആളുകളെ ഭയപ്പെടുത്താൻ പറയുന്ന കെട്ടുകഥ മാത്രമാണോ എന്നറിയാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. ഇത് പരീക്ഷിക്കാൻ അവൻ തൻ്റെ സുഹൃത്തിനോട് ഖബർ മുകളിൽ നിന്ന് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ പിന്നീട് സംഭവിച്ചത് ഹൃദയഭേദകവും ഭയാനകവുമായിരുന്നു. ചുറ്റുമുള്ള എല്ലാവരും ഭയന്ന് ഓടിപ്പോയി. ആ ഖബറിൽ അവന് എന്താണ് അതിശയകരവും അമാനുഷികവുമായ സംഭവം നേരിടേണ്ടി വന്നത്? സത്യം കേൾക്കുമ്പോൾ നിന്നെ ഞെട്ടിക്കും. ഇത് ഭാവനയല്ല, സാക്ഷികളെ ഞെട്ടിച്ച ഒരു യഥാർത്ഥ കഥയാണ്. പ്രിയപ്പെട്ടവരെ, ഖബറിൽ ഒരു മയ്യത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിച്ച രണ്ട് യുവാക്കളുടെ കഥയാണിത്. ജിജ്ഞാസ മൂലം അവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അനുഭവങ്ങളിലൊന്നിനെ അഭിമുഖീകരിച്ചു. ഒരു സായാഹ്നത്തിൽ അവർ ഒരു പള്ളിപ്പറമ്പിലെത്തി അവിടെ ഒരു ഖബർ തോണ്ടിക്കൊണ്ടിരുന്നു. അത് അവരുടെ അടുത്ത സുഹൃത്തിനു വേണ്ടിയുള്ളതായിരുന്നു. അവന്റെ വിവാഹ ആഘോഷങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. എന്നാൽ ഒരു കുടുംബവഴക്കിനെ തുടർന്ന് ആരോ അവനെ കൊലപ്പെടുത്തി. സന്തോഷം നിറഞ്ഞ വീട് പെട്ടെന്ന് ദുഃഖത്തിന്റെ ഇടമായി മാറി. ഖബർ കുഴിച്ച ശേഷം പള്ളിയിലെ ജോലിക്കാരൻ അവരോട് പറഞ്ഞു, മയ്യത്തെത്തുമ്പോൾ എന്നെ വിളിക്കൂ, ഞാൻ പള്ളിയിൽ വിശ്രമിക്കുകയാണ്. രണ്ട് യുവാക്കളും ഖബറിനരികിൽ നിന്നു ദുഃഖത്താൽ മുഴുകികാവൽ നിന്നു. അവരിൽ ഒരാൾ വിറയ്ക്കുന്ന കൈകളോടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചു, മയ്യത്ത് എപ്പോൾ എത്തും? ഫോൺ കട്ട് ചെയ്ത ഉടനെ അവൻ കരഞ്ഞുപോയി. മരിച്ചവൻ അവന്റെ കസിൻ മാത്രമല്ല, പ്രിയപ്പെട്ട സുഹൃത്തുമായിരുന്നു. മറ്റൊരു യുവാവും ഇരുവരുടെയും അടുത്ത സുഹൃത്തായിരുന്നു. അവർ ദുഃഖത്തോടെ നിശബ്ദരായി നിന്നു. സന്ധ്യയായപ്പോൾ പള്ളിപ്പറമ്പിനു ചുറ്റും ഇരുട്ടുകെട്ടിയായി. അന്തരീക്ഷം കൂടുതൽ ഭയാനകവും അസ്വസ്ഥവുമായി. പെട്ടെന്നൊരാൾ മന്ത്രിച്ചു, ഈ സ്ഥലം എത്ര ഭയാനകമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മരിച്ചവർക്ക് മാത്രമേ ഇവിടെ തങ്ങാൻ കഴിയൂ. ഒരു ജീവനുള്ളവന് ഇവിടെ ഒറ്റയ്ക്ക് തങ്ങാൻ പോലും ചിന്തിക്കാൻ കഴിയില്ല. ജീവനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സംസാരിക്കവ മലക്കുകൾ. ഖബറിൽ വന്ന് മരിച്ചവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു. പള്ളിപ്പറമ്പ് ഇപ്പോൾ ഇരുട്ടിൽ മുഴുകി. ചുറ്റുമുള്ള നിശബ്ദത മരിച്ചവരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് പോലെയായിരുന്നു. രണ്ട് യുവാക്കളും ഭയത്തിന്റെ പിടിയിലായിരുന്നു. പെട്ടെന്നൊരാളുടെ ഫോൺ റിങ് ചെയ്തു. ആ ശബ്ദം അവനെ ഞെട്ടിച്ചതിനാൽ ഫോൺ താഴെ വീണുനേരെ ഖബറിലേക്ക്. ധൈര്യം സംഭരിച്ചവൻ ഖബറിലേക്ക് ഇറങ്ങി ഫോൺ എടുക്കാൻ. പൊടിമൂടിയ തന്റെ വിലകൂടിയ ഫോൺ മണ്ണിൽ വീണുകിടക്കുന്നത് അവൻ കണ്ടു. ഖബറിൽ അവന്റെ ശരീരം മുഴുവൻ ഭയത്താൽ വിറച്ചു. പക്ഷേ അവൻ വേഗം ഫോൺ എടുത്ത് സുഹൃത്തിന്റെ സഹായത്തോടെ പുറത്തു കയറി. അവർ അല്പം ദൂരെ ഇരുന്നു ഖബറടക്കത്തിനായി നിശബ്ദമായി കാത്തിരുന്നു. പെട്ടെന്ന് ഖബറിൽ ഇറങ്ങിയ യുവാവിന് ഒരു വിചിത്ര ആശയം തോന്നി. അവൻ സുഹൃത്തിനോട് ചോദിച്ചു, ഈ ഖബറിന്റെ സിമന്റ് കവറുകൾ ഒന്നൊന്നായി ഉയർത്താൻ നിനക്ക് കഴിയുമോ? സുഹൃത്ത് മറുപടി പറഞ്ഞു, കഴിയും, പക്ഷേ എന്തിനാണ് നീ ഇത് ചോദിക്കുന്നത്? യുവാവ് പറഞ്ഞു, ഞാൻ ഖബറിൽ കിടന്ന് മരിച്ചവന്റെ അനുഭവം അറിയാൻ ആഗ്രഹിക്കുന്നു. അവൻ കൂട്ടിച്ചേർത്തു, ഞാൻ അകത്ത് കിടന്നു കഴിഞ്ഞാൽ 4 കവറുകളും എന്റെ മുകളിൽ വയ്ക്കണം. ഇത് കേട്ട് സുഹൃത്ത് ഭയത്തോടെ വിറച്ചു. അവൻ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെയൊരു കാര്യം എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ഖബറടക്കത്തിന് എത്തിയാൽ ആളുകൾ പറയും നമ്മൾ നമ്മുടെ സുഹൃത്തിന്റെ ഖബറിനെ അപമാനിച്ചു. എന്നാൽ എല്ലാ വാദങ്ങൾക്കും ശേഷവും യുവാവ് തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അവൻ പറഞ്ഞു, ഞാൻ കുറച്ചു മിനിറ്റ് മാത്രം കിടക്കും, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും, പിന്നെ പുറത്തു വരും. ഇതാണ് എൻ്റെ അവസാന കുസൃതി. ഇനി ഞാൻ നിന്നെ ഇങ്ങനെ ഒന്നിലും വലിച്ചിഴക്കില്ല. യുവാവിന്റെ നിർബന്ധത്തിന് മുന്നിൽ സുഹൃത്ത് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. യുവാവ് ഖബറിൽ കിടന്നു. സുഹൃത്ത് ഒന്നൊന്നായി സിമന്റ് കവറുകൾ അവന്റെ മുകളിൽ വച്ചു. അവസാന കവർ വയ്ക്കുന്നതിന് മുമ്പ് യുവാവ് തമാശയായി പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ മുകളിൽ കുറച്ച് മണ്ണ് വിതറാം. സുഹൃത്ത് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതിനെന്താ കഴിയും. പിന്നീട്ടവൻ ശരിക്കും ഖബറിന്റെ മുകളിൽ മണ്ണ് വിതറിതന്റെ സുഹൃത്തിനെ ജീവനോടെ കുഴിച്ചുമൂടി. പിന്നീട്ടവൻ അല്പം ദൂരെയിരുന്നു, പക്ഷേ അവനും ഭയത്താൽ വിറയ്ക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞവൻ ഖബറിനരികിലേക്ക് മടങ്ങി സുഹൃത്തിന് ഒരു മെസ്സേജ് അയച്ചു, ഇപ്പോൾ കവറുകൾ മാറ്റണോ? പക്ഷേ മറുപടി വന്നില്ല. ഭൂമിക്കടിയിൽ സിഗ്നലില്ലെന്ന് അവൻ കരുതി. അവൻ വിളിച്ചു നോക്കി, പക്ഷേ അതും കണക്റ്റായില്ല. അപ്പോഴാണ് സുഹൃത്തിന് ശ്വാസം കിട്ടാതെ വന്നിരിക്കാമെന്ന് അവന് ഭയം തോന്നിയത്. ഉടനെ പരിഭ്രാന്തനായി അവൻ മണ്ണ് മാറ്റാൻ തുടങ്ങി. എന്നാൽ സിമന്റ് കവറുകൾ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അവ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി കണ്ടു. എത്ര ശ്രമിച്ചിട്ടും അവനവ നീക്കാൻ കഴിഞ്ഞില്ല.
ഭയത്തോടെ അവൻ പള്ളി ജോലിക്കാരന്റെ അടുത്തേക്ക് ഓടി അവനെ തിരികെ കൊണ്ടുവന്നു. ഖബർ പൂർണ്ണമായും മൂടിയിരിക്കുന്നതും മുകളിൽ മണ്ണ് വിതറിയിരിക്കുന്നതും ജോലിക്കാരൻ കണ്ടു. മയ്യത്തെത്തുമ്പോൾ എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് അവൻ പറഞ്ഞു. യുവാവ് എല്ലാം വിശദീകരിച്ചപ്പോൾ ജോലിക്കാരൻ ഞെട്ടിപ്പോയി. ഒരുമിച്ചവർ വീണ്ടും കവറുകൾ ഉയർത്താൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. യുവാവ് കരഞ്ഞുകൊണ്ട് തന്റെ സഹോദരനെ വിളിച്ച് എല്ലാം വിശദീകരിച്ചു. സഹോദരൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും യുവാവ് ഭയത്താലും സമ്മർദ്ദത്താലും ബോധം കെട്ടുവീണു. സഹോദരൻ എത്തിയപ്പോൾ അവൻ ബോധരഹിതനായി കിടക്കുന്നതാണ് കണ്ടത്. പരിഭ്രാന്തനായി പള്ളി ജോലിക്കാരൻ അറിയാവുന്നതെല്ലാം വിശദീകരിച്ചു, പക്ഷേ കവറുകൾ നീക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഉടനെ യഥാർത്ഥ കബറടക്കത്തിനായി പുതിയ ഒരു കബർ തയ്യാറാക്കി. അതിനിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഖബറിൽ കയറിയ യുവാവിന്റെ വാർത്ത കുടുംബത്തിലെത്തി പ്രക്ഷോഭമുണ്ടായി. കുടുംബം പള്ളിയിലെത്തിയപ്പോൾ തുടക്കത്തിൽ അവർ സുഹൃത്ത് അവനെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിച്ചു. അവൻ കുറ്റം മറയ്ക്കാൻ കഥ മെനഞ്ഞതാണെന്ന് അവർ കരുതി. എന്നാൽ ഖബർ തുറക്കാൻ കഴിയാത്തതിനാൽ അവരുടെ സംശയങ്ങൾ തുടർന്നു. പിന്നീട് യുവാവ് ബോധം വീണ്ടെടുത്തപ്പോൾ അവനോട് ചോദ്യം ചോദിച്ചു. അവനെല്ലാം വിശദീകരിച്ചു. എന്തിനാണ് ഖബറിൽ കയറിയെത്തിയോ റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചതെങ്ങനെ കാര്യങ്ങൾ നിയന്ത്രണാതീതമായി എന്ന്. ഖബറടക്കത്തിനെത്തിയവർ പുതിയ ഖബറിൽ മരിച്ചവനെ അടക്കം ചെയ്തപ്പോൾ കുടുംബം അവനെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഭാരമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് കവറുകൾ നീക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. ശവക്കുഴിയിൽ യുവാവ് മരിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു, ഖബർ ഈ ലോകത്തിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു തിരശീലയാണ്. ഈ യുവാവ് ജിജ്ഞാസയാൽ ഈ ദൈവിക തിരശീല ഉയർത്താൻ ശ്രമിച്ചു. അതിന്റെ ഫലമായി ഭയാനകമായ ശിക്ഷ നേരിട്ടു. ഈ കഥയിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം അതിശയോക്തിയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: അല്ലാഹുവിന്റെ ദൈവിക കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് കഠിനമായ ശിക്ഷയിലേക്ക് നയിക്കും. അല്ലാഹു നമ്മെ കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.